എടേ, ഓ ആ മരുന്ന് കഴിക്ക്. ശേ, പുറത്താരോ വന്നിട്ടുണ്ട്. ആരോ പുറത്തൊന്ന് കുറെ നേരമായി കോളമ്പലടിക്കുന്നു. ശോ, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഭക്ഷണം കളയല്ലേ, തട്ടിക്കളയല്ലേ. ഛേ, നീ എന്നെ സമ്മർദ്ദത്തിലാക്കല്ലേ. ഏ ഏ താരാട്ടുപാട്ടോ ഇപ്പോഴോ? നീ ഒന്ന് ഇറങ്ങിക്കിടക്ക്, ഞാനിപ്പോ വരാം. ആ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? പി ടി എ സ്റ്റുഡൻസും എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കട്ട. ഞാനേ എൻ്റെ മോൻ്റെ ഉമ്മക്ക് മരുന്നൊക്കെ കൊടുക്കായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ തട്ടിക്കളയും. കഴിക്കാൻ പകരം മടിയാണ്. നിങ്ങളൊക്കെ മിനിയാന്ന് വന്നിരുന്നല്ലോ അല്ലേ? കുറേ പേര് എനിക്ക് ഓർമ്മയുണ്ട്. ചിലരൊക്കെ മറന്നുപോയി. എന്തായാലും ഇല്ല, വന്നതിൽ സന്തോഷം എന്ന് പറയണില്ല, സമാധാനം. എന്നെ സമാധാനിപ്പിക്കാൻ വന്നേക്കാണല്ലോ. സമാധാനം. നിങ്ങൾക്കറിയാലോ എൻ്റെ മോന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ, അവളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ മോനെയാണ്, സ്നേഹജാനെ. അവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു. കണ്ണിലെണ്ണൊഴിച്ച് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ, അക്ഷരാർത്ഥത്തിൽ കണ്ണിലെണ്ണൊഴിച്ച് തന്നെയാണ് രക്ഷിതാക്കൾ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഭാര്യ ഗർഭിണിയായ ആ നിമിഷം മുതൽ അവന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഞാൻ പറയും ആൺകുട്ടിയായിരിക്കും, അവൾ പറയും പെൺകുട്ടിയായിരിക്കും. 5-6 കൊല്ലം കാത്തിരുന്നിട്ടാണ് അവൾ ഗർഭിണി ആയത് തന്നെ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവനച്ഛനെ പോലെ ഇരിക്കണം. അപ്പൊ അവള് പാടും, ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അവൾ ആട്ടവും പാട്ടും പഠിക്കണം, അവൾ അമ്മയെ പോലെ ഇരിക്കണം. ഞങ്ങൾ മത്സരിക്കും, വെറുതെ മത്സരിക്കുന്നതാണ്. ആണായാലും പെണ്ണായാലും നമുക്ക് സന്തോഷമാണ്. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ ചോരയല്ലേ. ഡോക്ടർ അടുത്ത് പോകുമ്പോഴേ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ എന്നെ കളിയാക്കി. വാപ്പാക്കാണുള്ള ഗർഭം, ഗർഭത്തിൻ്റെ ആലസ്യം വാപ്പാക്കാണ്. പരിഭ്രമവും സംശയങ്ങളും ഒരുപാട് വിഷയങ്ങളും ബേജാറൊക്കെ വാപ്പാക്കാണ്. ഉമ്മാക്ക് എല്ലാവർക്കാണ് ഗർഭം, ഉമ്മാക്കാണോ വാപ്പാക്കാണെന്ന് വെച്ചാൽ ഒരു കളിയാക്കി. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ കളിയാക്കുമായിരുന്നു. അത്രക്കേറെ സംശയങ്ങളും പരിഭ്രമമായിരുന്നു എനിക്ക്. അങ്ങനെ ഒടുവിൽ ആശങ്കകൾക്ക് വിരാമിട്ടുകൊണ്ട് അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടേ ആ ലേബർ റൂമിൻ്റെ വാതിക്കൊന്നും മാറാത്തതിന് നഴ്സുമാരെന്നെ ചീത്ത പറഞ്ഞു. പൊന്നു ചേട്ടാ, നിങ്ങളുടെ ഭാര്യ മാത്രമല്ല ഇവിടെ പ്രസവിക്കാൻ കിടക്കുന്നത്, 5-8 പെണ്ണുങ്ങളവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളവിടെ പോയി ഇരിക്കി. നിങ്ങൾക്ക് ഇരിക്കാനല്ല ബെഞ്ചിട്ടിരിക്കുന്നത്, അവിടെ പോയി ഇരിക്കി. സമയമാകുമ്പോൾ വിളിക്കും, നിങ്ങൾക്ക് കുഞ്ഞിനെ കാണിച്ചു തരും, കൊണ്ടുവരും, ഞങ്ങൾ തരും, ഞങ്ങൾ എടുക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കി. പക്ഷെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ലേബർ റൂമിൻ്റെ മുമ്പിൽ ഞാൻ മാറാതെ നിന്നു. വാതിൽ തുറന്നിട്ട് ഓരോരുത്തർ പുറത്തേക്ക്, ഓരോ നഴ്സുമാർ ഓരോ കാര്യങ്ങൾക്ക് പുറത്തേക്ക് വരുമ്പോഴും ഞാൻ ഓടിച്ചെല്ലും. ആണുങ്ങളെ പേര് വിളിച്ചാലും പെണ്ണുങ്ങളെ പേര് വിളിച്ചാലും ഞാൻ ഓടിച്ചെല്ലാണ്. എന്നെ സന്തോഷിപ്പിക്കാൻ, ആ സന്തോഷ വർത്തമാനം പറയാൻ അവർ വരികയാണ്. അതിനുവേണ്ടി ഞാൻ ഓടിച്ചെല്ലും. പൊന്നു ചേട്ടാ, ചേട്ടനല്ല അവിടെ പോയിരിക്കി. അവർക്ക് ഞാനൊരു ശല്യമായി. ഒടുവിൽ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നു. സിസ്റ്റർ പറയാ ആൺകുട്ടിയാ. ഞാൻ പറയാം എനിക്കറിയാലോ ആൺകുട്ടിയാണ്. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ഇപ്പോഴല്ല കൊണ്ടുവന്നുള്ളൂ. അല്ല, എനിക്കറിയാം. 8-9 മാസമായിട്ട് എനിക്കറിയാം ആൺകുട്ടിയാണെന്ന്. ആ ചോരപ്പൈതലിൻ്റെ മുഖത്ത് ഞാൻ നിറയെ മുത്തം കൊടുത്തു. എൻ്റെ ചോര, എൻ്റെ ജീവൻ, എൻ്റെ പരിച്ഛേദം, എൻ്റെ ചേതന ഞാനവനെ ചേർത്ത് പിടിച്ചു, ഞങ്ങളിലേക്ക് കൂട്ടി. ഈ ലോകത്തെ സ്നേഹം മുഴുവൻ കിട്ടാൻ, ഈ ലോകത്തെ സ്നേഹം മുഴുവൻ അവൻ ഞങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ അവന് സ്നേഹജാൻ എന്ന് പേരിട്ടു. സ്നേഹത്തിൻ്റെ ജീവൻ. പെട്ടെന്നായിരുന്നു അവൻ്റെ വളർച്ച, അത്ഭുതകരമായ വളർച്ച. നല്ല ബുദ്ധി കാണിക്കുന്ന കുട്ടി. സ്കൂളിൽ പോകാൻ തുടങ്ങി. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവനോളം പഠിക്കുന്ന കുട്ടി ഇല്ലെന്നായി ആ സ്കൂളിൽ. വളർന്നവൻ എല്ലാ ക്ലാസ്സിലും ഒന്നാമനായി. കലയായാലും കായികമായാലും ടീച്ചർമാർക്കൊക്കെ അവനോട് സംശയങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അവൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടായി. വായനശാലകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനം കൊടുക്കുന്നത്, MLA അവാർഡ് കൊടുക്കുന്നത്, പുരസ്കാരങ്ങൾ വീട്ടിൽ നിറഞ്ഞു.
വേറെ വീട് പണിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഞങ്ങൾ. ഒരുപാട് അവാർഡുകൾ, സമ്മാനങ്ങൾ, ഏത് വിഷയമായാലും അവൻ ഒന്നാമൻ. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ള മാതാപിതാക്കൾ ഞങ്ങളാണെന്ന് ഞങ്ങൾ അഹങ്കരിച്ചു. എവിടെ വെച്ചാണ് അവന് കാലിടറിയതെന്ന് മനസ്സിലാവുന്നില്ല. ഏതോ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച്, ഏതോ കല്യാണ സദസ്സിൽ വെച്ച്, കല്യാണ വിരുന്നിൽ വെച്ച് അവനേക്കാൾ മുതിർന്ന ഒരു കുട്ടി അവനെന്തോ സമ്മാനിച്ചു. ഞങ്ങളത് അറിഞ്ഞത് വളരെ വൈകിയാണ്. അവർ തമ്മിൽ കൂടിക്കാഴ്ചകളുണ്ടായി. വേറെയും ആ തരത്തിൽപ്പെട്ട കുട്ടികളായി അവൻ ഒന്നിച്ച് കൂടാറുണ്ട്. അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഞാൻ അതെല്ലാം ഉൾക്കൊള്ളാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഞാൻ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും, അവൻ്റെ സുഹൃത്തുക്കൾ സൂചന തന്നപ്പോഴേക്കും, അയൽക്കാർ ഓരോന്ന് പറഞ്ഞു തന്നപ്പോഴേക്കും വല്ലാതെ വൈകിയിരുന്നു. നേരം വൈകി വരാൻ തുടങ്ങുമ്പോൾ ഞാനവനെ വഴക്ക് പറയുമ്പോൾ അവനെന്നോട് ദേഷ്യപ്പെടും. അതുവരെ ഇല്ലാത്ത ദേഷ്യം. ഞങ്ങളോടൊപ്പം നേരം വെളുക്കുമ്പോഴും TV കണ്ടിരുന്ന, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന, സ്നേഹം പകുത്തി തന്നിരുന്ന, ആ സ്നേഹം പകുത്തി തരാൻ രണ്ടാമതൊരു കുഞ്ഞുണ്ടായതുമില്ല. അത്രയേറെ സ്നേഹം അവന് വാരിക്കോരി കൊടുത്തു, അവൻ ഞങ്ങൾക്കും. അങ്ങനെ നേരം വെളുക്കുവോളം ഞങ്ങളോടൊപ്പം ഇരുന്നിരുന്ന, സ്നേഹം വിളമ്പി തന്നിരുന്ന ഞങ്ങളുടെ പൊന്നുമോൻ ഞങ്ങളോട് മിണ്ടാതായി. അവന് ഞങ്ങളോടൊപ്പം ഇരിക്കാൻ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. നേരം വെളുത്തിട്ടാണ് ചില സമയത്തൊക്കെ കയറി വരാ. ഒരു ദിവസം ഞാൻ തടഞ്ഞു. ഇങ്ങോട്ട് കയറണ്ട, നീ എവിടെ പോയിരുന്നു ഇത്ര നേരം? ഇതൊക്കറിയോ, അവനെന്നെ തല്ലാൻ കയ്യോങ്ങി. മക്കളെ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ കോപം രക്ഷിതാക്കൾ ഒരിക്കലും സഹിക്കില്ല. മക്കളെ, ഒരിക്കലും സഹിക്കില്ല. അവന് ഞങ്ങളോട് പറയാൻ ഒരു കാരണവുമില്ല, ഒരു കാര്യവുമില്ല. ആകെ പറയാനുള്ളത് കാശ് വേണം. അവന് കാശ് വേണം. സ്റ്റഡി ടൂർ, കമ്പൈൻ സ്റ്റഡി എന്നെല്ലാം പറഞ്ഞ് അവൻ പുറത്തു പോകാൻ തുടങ്ങി. 5-6 കുട്ടികളുണ്ട് കൂട്ടത്തിൽ. 5-6 കുട്ടികളായി അവൻ പോവുകയാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ തന്നെ എന്നെ പരിചയപ്പെടാനോ എവിടുത്തെ കുട്ടിയാണെന്ന് പറയാനോ ഒന്നും അവർ തയ്യാറില്ല. പുതിയ കൂട്ടുകാർ. അവൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുമ്പോൾ അവനിപ്പോൾ ഞങ്ങളായിട്ട് ബന്ധപ്പെടാറില്ല. അവൻ ഞങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അവനെ. ഒരു ദിവസം വല്ലാതെ വൈകി വന്നൊരു ദിവസം ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറണ്ട, എവിടെയെന്ന് വെച്ചാൽ പോയി തൊലയി. അന്ന് അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി. അവൻ്റെ മുറിയിലേക്ക് ഓടിക്കയറി. എന്തോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്നപ്പോൾ നിലത്ത് കിടന്നു പിടയുന്നു. എന്തോ കഴിച്ചിട്ടുണ്ട്. വാരിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അന്നുണ്ടായ നാണക്കേടും മാനക്കേടും ധനനഷ്ടവും. ധനനഷ്ടം നിങ്ങളെ മക്കളെ വളർത്തുന്നവർക്കൊരു പ്രശ്നമല്ല മക്കളെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഒരു കാരണമില്ലാതെ ഉണ്ടായ ധനനഷ്ടം അറിയാതെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ധനനഷ്ടം ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെയൊന്നും കണക്ക് കൂട്ടിയല്ല നമ്മൾ മക്കളെ വളർത്തുന്നത്. ആശുപത്രിയിൽ അവൻ കുറച്ചുകൂടി വൈകിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ചു പോയി. ബന്ധുക്കൾ അറിയാതിരിക്കാൻ, അയൽക്കാരറിയാതിരിക്കാൻ പരമാവധി സഹിച്ചു. നല്ല കൗൺസിലിംഗ് കിട്ടി. നല്ല കൗൺസിലിംഗ് കൊടുത്തു അവന്. നല്ല ഡോക്ടർമാർ കൗൺസിൽ ചെയ്തപ്പോൾ, അവന് നല്ല ബോധവൽക്കരണം കൊടുത്തപ്പോൾ, മോട്ടിവേഷൻ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അവന് തിരിച്ചു കിട്ടി. പഴയ പോലെ ഞങ്ങളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കഥ പറയാൻ തുടങ്ങി, സിനിമ കാണാൻ തുടങ്ങി. 4 ദിവസം ഒരു മിസ് കോൾ വരുമ്പോഴായിരുന്നു അവൻ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്. മിസ് കോൾ വന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു കുട്ടി, ചിലപ്പോൾ 2 പേരുണ്ടാവും, മോട്ടോർ സൈക്കിൾ റേസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇവൻ ചാടി കയറും, പോകും. എവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്കറിയില്ല. 4-ാമത്തെ ദിവസം
മിസ് കോൾ വന്നു. ഒന്നിറങ്ങിപ്പോയി. അവൻ്റെ ഉമ്മയുടെ കണ്ണീരിൽ ചവിട്ടി എൻ്റെ കൈകൾ തട്ടി മാറ്റി പോയി. പിറ്റേന്ന് രാവിലെയാണ് അവൻ വന്നത്. നേരം നല്ലോണം പുലർന്ന ശേഷം ഭക്ഷണം വിളവെച്ച് അവൻ്റെ ഉമ്മ കാത്തിരിക്കുകയാണ്. ഇടയ്ക്കേന്ന് ഉറങ്ങിപ്പോവും. എൻ്റെ ഭാര്യ ഉറങ്ങാതെ, അവൻ്റെ ഉമ്മ ഉറങ്ങാതെ വിളമ്പി വെച്ച ഭക്ഷണത്തിന് സാക്ഷിയായി. വാതിലടക്കാതെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അവൾ പെണ്ണല്ലേ, ഉമ്മയല്ലേ, കുടുംബനാഥയല്ലേ, ഉറങ്ങാതിരിക്കണമല്ലോ. ഞാനെപ്പോഴോ ഉറങ്ങിപ്പോവും. നേരം വെളുത്തപ്പോൾ ഒന്ന് വല്ലാതെ വൈകി വന്ന ആ ദിവസം ഞാൻ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് മതിയായി, നീ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. മക്കളെ, മാതാപിതാക്കൾക്ക് നിങ്ങളെ മതിയാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് അവനെ മതിയായി പോയി. പോറ്റി വളർത്തിയ സ്നേഹം വാരിക്കോരിക്കൊടുത്ത പൊന്നുപോലെ ഞങ്ങൾക്ക് മതിയായി. പതിവ് പോലെ അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി അകത്തേറി വാതിലടച്ചു. ഇത്തവണ അവൻ വാതിലകത്ത് നിന്ന് കുറ്റിയിട്ടു. എനിക്ക് പേടിയായി. ഒരുപക്ഷെ ഇനിയും പഴയതുപോലെ അയൽക്കാരെ വിളിക്കേണ്ടി വന്നു, അടുത്ത ബന്ധുക്കളെ അറിയിക്കേണ്ടി വന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ ഒരു കുടുക്കിട്ട് അവൻ്റെ മുറിയിലെ ഫാനിൽ ഞാൻ ഓടിച്ചൊന്ന് കാലുകളിൽ പിടിച്ചു പൊക്കി. പക്ഷേ ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവില്ലാത്ത വിധം അവ പോയി. ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കൊരു മിസ് കോൾ അടിച്ച് പോയി. നിങ്ങൾക്ക് അവൻ്റെ ഉമ്മയെ കാണണ്ടേ? വേണ്ട, നിങ്ങൾ അവൻ്റെ ഉമ്മയെ കാണണ്ട. ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. ഇവൻ്റെ വിയോഗത്തോടെ അതെല്ലാം വർദ്ധിച്ചു. നിങ്ങളെ കണ്ടാൽ ഒരു പക്ഷേ അവൾ ഭ്രാന്തിയായേക്കും. അതുകൂടി ക്ഷയിക്കാനുള്ള കരുത്ത് എനിക്കില്ല മക്കളെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമല്ലോ. ഞാനൊരു കുടുംബനാഥനല്ലേ, പാപ്പയല്ലേ, അച്ഛനല്ലേ, അപ്പനല്ലേ. നിന്നല്ലേ മതിയാവൂ. എൻ്റെ ഉള്ളിലൊരു കടലായി മറിയുകയാണ്, സങ്കടക്കടൽ. നിങ്ങൾ അവളെ കാണണ്ട. പക്ഷേ നിങ്ങൾക്ക് അവൻ്റെ ഖബറിടം കാണണ്ടേ? തെക്കേപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ബദാം മരത്തിന് ചുവട്ടിലാണ് അവൻ്റെ ഖബർ. ആ ബദാം മരത്തിന് ചുവട്ടിലാണ് ഞാൻ അവന് കുഞ്ഞുണ്ണി കവിതകൾ പഠിപ്പിച്ചത്, അവനെ പറഞ്ഞ് രസിപ്പിച്ചത്, കുഞ്ഞു കഥകൾ പറഞ്ഞവനെ രസിപ്പിച്ചത്. ആ ബദാം മരത്തിന് ചുവട്ടിലാണ് എൻ്റെ കൈകൾ പിടിച്ച്, ആ കുഞ്ഞു കൈകൾ കൊണ്ട് എൻ്റെ കൈകളിൽ കോർത്ത് അവൻ പിച്ചു വെച്ച് നടന്നത്. ആ ബദാം മരത്തിന് ചുവട്ടിലായിരുന്നു ഞാൻ മോനും അവൻ ബാപ്പയുമായി കുഞ്ഞി വീടുണ്ടാക്കി കളിച്ചത്. ഇപ്പോ ആ ബദാം മരത്തിന് ചുവട്ടിലാണ് അവൻ്റെ പുതിയ വീട്. നിങ്ങൾ അവൻ്റെ ഖബറിടത്തിൽ പോകണം. നിങ്ങൾ ആ ഖബറിടത്തിൽ പോകണം. അവിടെ നിന്നുകൊണ്ട് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. മാതാപിതാക്കളുടെ കണ്ണുനീർ ഒരിക്കലും ഈ മണ്ണിൽ വീഴ്ത്തില്ലെന്ന്. മാതാപിതാക്കളുടെ കണ്ണുനീർ ഒരിക്കലും ഈ മണ്ണിൽ വീഴ്ത്തില്ലെന്ന്. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും പരിപാവനമായ നിങ്ങളുടെ ശരീരം, സ്നേഹവും സുരക്ഷിതത്വവും നിർഭയത്വമുള്ള നിങ്ങളുടെ വീട്, മനോഹരമായ ഈ ലോകം, ഇതെല്ലാം നശിപ്പിക്കാൻ ഒരു ലഹരി മാഫിയക്കും കൂട്ടുനിൽക്കില്ലെന്ന് ഉറച്ച ഒരു പ്രതിജ്ഞ എടുക്കണം. ശക്തമായിരിക്കണം ആ പ്രതിജ്ഞ. അവൻ്റെ ഖബറിടത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ. ഈ ലോകം നശിപ്പിക്കാൻ പൊന്നുമക്കളെ നിങ്ങൾ കൂട്ടി നിൽക്കരുത് മക്കളെ.
നശിച്ചു കെട്ടിപ്പോയൊരു വാപ്പയുടെ വാക്കുകളാണ്. ഈ ലോകം നശിപ്പിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത് മക്കളെ, കൂട്ടു നിൽക്കരുത് മക്കളെ.